ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനെയിലിൽ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഒരു 100K അക്കൗണ്ട് 3500 രൂപയ്ക്ക് എടുക്കാം. അത് ഏത് ഫേമാണ്, ആ ഫേമിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, എന്തെല്ലാമാണ് ഡീമെറിറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അത് ഏത് ഫേമാണെന്നുള്ളത് നോക്കാം. ആ ഫേമിൻ്റെ പേരാണ് അപ്പെക്സ് ട്രേഡർ ഫണ്ടിങ് എന്നുള്ള ഫേമാണിത്. ഇത് FTMO പോലെ തന്നെ കുറച്ച് നാളുകളായിട്ടുള്ളൊരു ഫേം തന്നെയാണ്. നമ്മൾ അധികം പേരൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു ഫേം കൂടിയായിരുന്നു ഇത്. ഞാൻ ഈ കുറച്ച് നാളുകളായിട്ടുള്ളൂ ഞാൻ ഫണ്ടഡ് ഫേംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അപ്പെക്സിനെ കുറിച്ച് അറിയുന്നത്. ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഫണ്ടിങ് പിപ്സും ഫണ്ട് ഇൻഡെക്സും തമ്മിലൊക്കെ പോലെ ഈ അപ്പെക്സ് ട്രേഡിംഗ് ഒക്കെ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും CFD-ലാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫണ്ടിങ് പിപ്സ് ആയിക്കോട്ടെ, XNS ആയിക്കോട്ടെ, മറ്റെല്ലാ ഇതും നമ്മൾ ഗോൾഡ് ട്രേഡ് എല്ലാ കാര്യങ്ങളൊക്കെ CFD-ലാണ് ചെയ്തിരുന്നത്. CFD ഫ്യൂച്ചർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്യൂച്ചർ ഇപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചർ പോലെ തന്നെ ഓരോ മന്തും കോൺട്രാക്റ്റ് ഉണ്ട്. ആ മന്തിൽ നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാം. പക്ഷേ CFD-യിൽ അങ്ങനെ മന്ത് ബേസ് ചെയ്തിട്ടില്ല. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് പോലെയാണ് CFD നടക്കുന്നത്. CFD ശരിക്കും ഒരു അണ്ടർലൈൻ അക്സെപ്റ്റ് പോലെയാണ്. അത് നിഫ്റ്റി സ്പോട്ട് പോലെയാണ് ശരിക്കും. അതായത് നിഫ്റ്റി സ്പോട്ടിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് ഇവിടെ CFD-യിൽ നമുക്ക് ട്രേഡിംഗ് അലൗഡ് ആണ്. ഇത് രണ്ടും വ്യത്യാസം ഇതാണ്. അതേപോലെ CFD-യിൽ മെയിനായിട്ട് നമുക്ക് സ്പ്രെഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് കമ്മീഷൻ ഉണ്ട്, അല്ലാണ്ട് തന്നെ സ്പ്രെഡ് ഓപ്ഷൻ ഉണ്ട്. ഫ്യൂച്ചേഴ്സിൽ അങ്ങനെ സ്പ്രെഡ് ഇല്ല. അപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പെട്ടെന്ന് നമ്മൾക്ക് ബയ്യറും ഒക്കെ ലിക്വിഡിറ്റി ഒരേപോലെ തന്നെയായിരിക്കും. അതേപോലെ സ്പ്രെഡ് ഡിഫറൻസ് കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇതിന് മന്ത്ലി ഉള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കമ്പനികൾക്ക് നമ്മൾ ഓരോ മന്ത്ലിയും നമ്മൾ ഒരു പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. നമുക്കിപ്പോൾ ഒരു 100K അക്കൗണ്ട് എടുക്കാൻ നമുക്ക് ആകെ ഒരു 3500 രൂപയെ വരുന്നുള്ളെങ്കിലും നമ്മൾ ആ ഒരു അക്കൗണ്ട് ഇൻ കേസ് 100K അക്കൗണ്ട് നമ്മൾ 99 ഒരു $500 ലോസിലാണ് മന്ത് നമ്മൾ എടുത്തേക്കുന്ന സബ്സ്ക്രിപ്ഷൻ 30 ദിവസം കഴിഞ്ഞിട്ട് ആവുന്നതെങ്കിൽ, നെക്സ്റ്റ് മന്ത് നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 49 കൊടുത്ത് ഇത് റീസൈക്കിൾ ചെയ്യേണ്ടി വരും. റീസെറ്റ് ചെയ്യേണ്ടി വരും. റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ $49 ഇപ്പോൾ എത്രയാണ് ആയത് ആ സെയിം എമൗണ്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് റീസെറ്റ് ചെയ്ത് വീണ്ടും 50Kയിലേക്ക് എത്തും. നമ്മൾ പ്രോഫിറ്റിൽ കുറച്ച് 3000 നമ്മൾ ഇതിലൊക്കെ ടാർഗറ്റ് എങ്കിൽ 50Kയുടെ ടാർഗറ്റ് 3000 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1500 പ്രോഫിറ്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് അതിന് ആ റീസെറ്റിന് തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രോഫിറ്റിലായതുകൊണ്ട് തന്നെ വ്യത്യാസമുണ്ട്. CFD-യിൽ നേരെ തിരിച്ചാൽ നമുക്ക് ഒരു മന്തിൽ നമ്മളൊരു എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കാശൊന്നും സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കേണ്ട. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം CFD ഫ്യൂച്ചറും തമ്മിലുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഫേം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും ചാടി കയറിയൊന്നും അക്കൗണ്ട് ഒന്നും എടുക്കരുത്. കുറേ ഡീമെറിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്ന FTMOയിലൊക്കെ പോലെ തന്നെ നല്ല ഹൈ പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികളിൽ ഒന്നാണ് അപ്പെക്സ്. അതേപോലെ തന്നെ ഡീമെറിറ്റ്സ് ഉണ്ട്. ഇനി ആദ്യം തന്നെ നമുക്കിത് എന്താണ് ഡീമെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇവർക്ക് നമുക്കൊരു ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് പർച്ചേസിങ് സാധിക്കില്ല. മന്ത്ലി പേയ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഇത് നമുക്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് KYC വയലേഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേ ഔട്ട് കിട്ടുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ഇതിൽ ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു 100K അക്കൗണ്ട് ഒക്കെ എടുക്കാനായിട്ട് ഏകദേശം നമുക്കൊരു 3500 രൂപയാണ്. ഇപ്പോൾ 80% ഓഫറുണ്ട്. നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 80% ഓഫറുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക 3500 രൂപയ്ക്ക് കിട്ടുക എന്നുള്ളതൊരു ബെനിഫിറ്റ് തന്നെയാണ്. മറ്റ് ഫണ്ടഡ് ഫേംസ് ഒക്കെ ആകുമ്പോൾ ഒരു $400 ഈ $400 ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ട്രേഡൊക്കെ ചെയ്ത് പഠിച്ചൊക്കെ വരുമ്പോഴത്തേക്കും കുറേ നമുക്കൊരു 10 അക്കൗണ്ട് എടുത്താലും നമുക്ക് നഷ്ടം വരാനായിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, മന്ത് എൻഡ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് മന്ത്ലി കാശ് നമ്മൾ അടയ്ക്കേണ്ടി വരും. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അത് ഡാറ്റ ഫീസ് നമ്മളിപ്പോൾ അക്കൗണ്ട് പാസ്സായതിനു ശേഷം, ഇവരുടെ ഒരു പ്രത്യേകത, അക്കൗണ്ട് പാസ്സായതിനു ശേഷം $105 വെച്ച് നമ്മൾ മന്ത്ലി പേ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു 3000 50K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 3000 ആയാൽ മതി. 1 സ്റ്റെപ്പേ ഉള്ളൂ, മറക്കരുത് കേട്ടോ. 1 സ്റ്റെപ്പ് ഉള്ളൂ. ഞാൻ ആ കാര്യം വിട്ടുപോയി. 1 സ്റ്റെപ്പാണ് നമുക്ക് ഈ ഒരു ചലഞ്ചിന് ഉള്ളൂ. 2 സ്റ്റെപ്പൊന്നുമില്ല. 3000 50K അക്കൗണ്ട് 3000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അക്കൗണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേ ഔട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ PA എടുക്കുന്ന സമയത്ത് നമ്മളൊരു $105 നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പേ ഔട്ട് എല്ലാ 10 ഡേയ്സും വെച്ചിട്ടുണ്ട്. ജാനുവരി ഇപ്പോൾ 5th പിന്നെ 15 അങ്ങനെ 25 അങ്ങനെ ഒരു മന്തിൽ അങ്ങനെ 10 ദിവസം ഇടവിട്ടുള്ള ഗ്യാപ്പിൽ നമുക്ക് പേ ഔട്ട് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവരുടെ മെയിൻ ഡ്രോബാക്കിൽ ഒന്നാണ് ഇവരുടെ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. നമ്മൾ ഒട്ടുമിക്ക ഫേംസും സ്റ്റാറ്റിറ്റിക് ഡ്രോ ഡൗൺ, ബാലൻസ് ഡ്രോ ഡൗൺ അങ്ങനെയൊക്കെ നമ്മൾ ഫണ്ട് പിപ്സിൻ്റെ ആയാലും ഫണ്ട് നെക്സിൻ്റെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവരുടേത് ഒരു ട്രെയിലിംഗ്, അതായത് നമ്മുടെ പിന്നാലെ തന്നെ ഇവരുടെ ഡ്രോ ഡൗൺ ഇങ്ങനെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഇവരേത് വരുന്നത്. അതൊരു വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതായത്
ഒരു 50K അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു 51,000 ഒരു 1000 USD പ്രോഫിറ്റ് ആയി എന്ന് വിചാരിക്കുക. 1000 ഒരു ഇത് പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,500 USD വരെ നമുക്ക് ഇവരുടെ പ്ലാൻ പ്രകാരം നമുക്ക് ലോസ് വരുത്താം. പക്ഷേ ഇവർ പ്രോഫിറ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ഒരു 51,000 വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആയതുകൊണ്ട് ട്രെയിലിംഗ് ഡ്രോ ഡൗൺ നമ്മൾ പിന്തുടർന്ന് വരും. അതുകൊണ്ട് തന്നെ 48,500 മാറിയിട്ടുണ്ടാകും നെക്സ്റ്റ് ദിവസത്തെ ഡ്രോ ഡൗൺ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അക്കൗണ്ട് പോയത് തന്നെ അങ്ങനെയാണ്. നമ്മളത് ശ്രദ്ധിച്ചിരുന്നില്ല, ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണെന്നുള്ള കേസ് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് നെക്സ്റ്റ് ഡേ അപ്പോൾ അത് റീസെറ്റ് ചെയ്യും എന്നുള്ളതൊന്നും നമുക്ക് മൈൻഡിലേക്ക് പോയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതിപ്പോൾ 51,000 നെക്സ്റ്റ് ഡേ 48,500 ആയാൽ നമ്മുടെ അക്കൗണ്ട് പോകും. നെക്സ്റ്റ് ഡേ 48,500 വന്നാൽ നമ്മുടെ അക്കൗണ്ട് പോകും. നമുക്ക് മറ്റു ഫേംസിലൊക്കെ ആയിരുന്നപ്പോൾ 47,500 വരെ ഫിക്സ്ഡ് ആയിരുന്നു, അവിടെ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. പിന്നെ ഒന്നുള്ളത് കൺസിസ്റ്റൻസി റൂളാണ്. കൺസിസ്റ്റൻസി റൂൾസ് ഇവാലുവേഷൻ സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഫേസ് സമയത്തൊന്നും അങ്ങനെ റൂൾസ് ഇല്ല. നമ്മുടെ പേ ഔട്ടിൻ്റെ സമയത്ത് അങ്ങനെ ഒരു റൂളുണ്ട്, ഒരു 30% റൂളുണ്ട്. അതായത് നിങ്ങൾ സിംഗിൾ ഡേയിൽ ഇപ്പോൾ ഒരു 1000 രൂപയാണ് നിങ്ങൾ പേ ഔട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ 30% 300 എന്ന് പറയുന്ന എമൗണ്ട് നിങ്ങൾ ഒരു 300-ന് മുകളിലുള്ള എമൗണ്ട് നിങ്ങൾ പേ ഔട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസത്തിൽ മുകളിൽ പോകാൻ പാടില്ല. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി റൂളുണ്ട്. അത് നിങ്ങൾ ഒന്നും കൂടി ഡീപ്പായിട്ട് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ന്യൂസ് സമയത്ത് ചെയ്യുന്ന യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. അതേപോലെ തന്നെ ഇവരൊരു പ്രത്യേകത എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു FBG ഇംബാലൻസോ അല്ലെങ്കിൽ ICTയിലൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു സപ്പോർട്ട് സോണിൽ നമ്മളൊരു ട്രേഡൊക്കെ എടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വ്യത്യാസം മനസ്സിലാക്കി. CFD നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ട്രേഡ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ. CFD ഒക്കെ ഒരു സപ്പോർട്ട് സോണിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒന്ന് സപ്പോർട്ടായിട്ട് ഒന്ന് താഴത്തേക്ക് വരും. സപ്പോർട്ടിൽ നിന്ന് ഒന്നൊരു 20 പിപ്പൊക്കെ താഴത്തേക്ക് വന്നിട്ട് നമ്മുടെ SL ഒക്കെ എടുത്തിട്ട് ഒരു മൂവ് ചെയ്യും. പക്ഷേ ഫ്യൂച്ചേഴ്സ് അതിന് ഞാൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഫ്യൂച്ചേഴ്സിൽ എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സപ്പോർട്ട് സോണാന്ന് വിചാരിക്കുക. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു FBGകളായിക്കോട്ടെ ഇംബാലൻസുകളായിക്കോട്ടെ എന്തായിക്കോട്ടെ സപ്പോർട്ട് സോൺസ് ആയിക്കോട്ടെ അവിടെ ഒന്ന് നിന്നിട്ടാണ് അവർ പോകുള്ളൂ. ഇങ്ങനെ പെട്ടെന്നുള്ള വൈൽഡായിട്ടുള്ള മൂവ് ഒന്നും കണ്ടിട്ട് തിരിച്ചു പോകില്ല. അതേപോലെ തന്നെ CFDക്കാർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഫണ്ടഡ് നെക്സ്റ്റിന് വേറെ ലിക്വിഡിറ്റി പ്രൊവൈഡർ ആയിരിക്കും, 5 yearsന് വേറെ ലിക്വിഡിറ്റി പ്രൊവൈഡർ ആയിരിക്കും. ഈ പ്രശ്നം നമുക്ക് ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം സംഭവമാണ്. ഇതൊരു US ഒരു റെസ്ട്രിക്ഷൻസിലും നിയമങ്ങളിലും ഉള്ളിൽ നിൽക്കണ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ അപ്പെക്സ് ആയിക്കോട്ടെ, ടോപ്പ് സ്റ്റെപ്പ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൻ്റെ റിയൽ അക്കൗണ്ട് ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും സെയിം പ്രൈസ് ആയിരിക്കും നമുക്ക് കിട്ടുക. വേറൊരു ടീമിന് വേറെ പ്രൈസ്, ഇവർ ചെയ്യുന്ന പോലത്തെ ഉഡായ്പ പരിപാടികളൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കൽ ഞാൻ ട്രേഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സ്റ്റോപ്പ് ലോസ് അടിക്കൽ വളരെ കുറവാണ്. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫയമായിട്ട് പറയാനുള്ളത്. അതേപോലെ ഏത് അക്കൗണ്ട് 2 അക്കൗണ്ട് ഇവർ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏത് അക്കൗണ്ട് എടുക്കേണ്ടതെന്നുള്ളത് ചെറിയൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം റിതിമിക്കിൻ്റെ കാണിക്കും. എനിക്ക് കുറച്ചും കൂടി റിതിമിക്കിൻ്റെ പ്ലാനിൽ നമുക്ക് നിഞ്ച കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അത് കുറച്ചുകൂടി ടഫാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് ട്രേഡവോട്ടിൻ്റെ പ്ലാൻ എടുക്കുക. സെയിം പ്രൈസും കാര്യങ്ങളും തന്നെയാണ്. അതെടുത്തതിന് ശേഷം ട്രേഡവോട്ടിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾ Gmail വെച്ചിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്തിരിക്കണം. ആ ഒരു സൈനപ്പിലേക്ക് നമുക്ക് പിന്നെ അവർ തന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾ ട്രേഡവോട്ടിൽ പോയി സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡവോട്ടിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെയിം മെയിൽ ID തന്നെ വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി ഇവരുടെ പാസ്വേഡ് വരുന്നത് അപ്പെക്സിൻ്റെ ഡാഷ്ബോർഡിലായിരിക്കും. നമുക്ക് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ മെയിൽ ID കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമ്മൾ അക്കൗണ്ടൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ പാസ്വേഡ് വരുന്നത് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലായിരിക്കും. ഈ അക്കൗണ്ട് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ ട്രേഡവോട്ടിൻ്റെ അക്കൗണ്ടിൽ ലോഗിനും കാര്യങ്ങളും കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ട്രേഡവോട്ടിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓരോ ഓർഡർ, ഇതിപ്പോൾ വെറുതെ ഓർഡറുകൾ ഇങ്ങനെ വന്ന് കിടക്കും. ഇതിപ്പോൾ കണ്ടോ, ഒരു ഓർഡർ ഞാൻ വെറുതെ ക്ലിക്ക് ചെയ്ത് വന്നത് നമ്മളത് ഡിലീറ്റ് ചെയ്യാൻ മറന്നു. എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു 1000 USDക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ട്രേഡവോട്ടിലേക്ക് ഡയറക്റ്റായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പോകരുത്. നമുക്ക് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെടുക്കാനായിട്ട് ട്രേഡവോട്ടിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം ട്രേഡവോട്ടിൻ്റെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് ഈ പാസ്വേഡ് എടുക്കേണ്ടത് അപ്പെക്സിൻ്റെ എവിടെ നിന്ന് ഡാഷ്ബോർഡിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞു. ഡാഷ്ബോർഡിൽ നിന്ന് കോപ്പി ചെയ്യുക. ട്രേഡവോട്ടിൽ ഫസ്റ്റ് കയറി കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. ഈ ഇൻ്റർഫേസിന് ഈ റൈറ്റ് സൈഡിൽ ഞാൻ ഈ മൗസ് വെച്ചേക്കുന്ന ഭാഗത്ത് ഈ ഒരു ലെയർ കാണുന്ന ആപ്ലിക്കേഷൻ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്തേക്ക് പോവുക. അവിടെ നിങ്ങൾ ആഡ് ഓൺ എന്നൊരു ഓപ്ഷൻ കാണും. ആഡ് ഓൺ എന്ന ഓപ്ഷനിൽ ട്രേഡിംഗ് വ്യൂ ഫ്രീ ആക്സസ് ആണ്. ഇതിപ്പോൾ നമുക്ക് ഇത് കാണുന്നതിന് ഞാൻ ഡെമോ അക്കൗണ്ടാണ് കണക്ട് ചെയ്തിട്ടേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ ഫ്രീ ആക്സസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ ആക്സസ് ഫ്രീ ആണ്. അതിനുശേഷം നിങ്ങൾ ട്രേഡിംഗ് വ്യൂയിലേക്ക് പോകാം. ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡവോട്ടിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല.
ട്രേഡ് ബോട്ടിൽ ശ്രമിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് കൺഫ്യൂഷൻസ് കുറേ കാര്യങ്ങൾ ഇതൊക്കെ വരും. നമ്മൾ കുറച്ചും കൂടി ഫെമിലിയറായിട്ട് നമുക്കുള്ളത് ട്രേഡിംഗ് വ്യൂ ആണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂയിലേക്ക് പോകാം. ട്രേഡിംഗ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ട്രേഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിഹ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ബോട്ടിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെമോ ഓപ്ഷനിൽ നമ്മൾ നേരത്തെ കിട്ടിയ നമ്മുടെ ഐഡിയും പാസ്വേഡും നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് എടുത്തല്ലോ, ഈ എടുത്ത ഐഡിയും പാസ്വേഡും നമ്മൾ ഇവിടെ കൊടുക്കുക. ഡെമോയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലൈവ് അക്കൗണ്ടുള്ള ഡെമോ ആണ് കണക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രേഡ് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാനുള്ളൂ. ഇപ്പോൾ നിഞ്ച ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പെക്സ് നല്ലൊരു ഫേമാണ്. അതേപോലെ തന്നെ ഫ്യൂച്ചറിലാണ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൻ്റെതായ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. CFD ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ എടുത്ത് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് അറിയാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷനും കൂടി ട്രേഡ് ബോട്ടിലുണ്ട്. അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് ചെയിൻ ഉണ്ട്. നമ്മൾ നേരത്തെ നിഫ്റ്റിയിലൊക്കെ ചെയ്ത പോലെ തന്നെയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും. നമുക്കിവിടെ ഏതൊക്കെ എല്ലാമാണ് പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിടാം. പക്ഷേ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് എന്തൊക്കെയാലും കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരും. അത്രയും കാര്യങ്ങളാണ് അപ്പെക്സായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നമുക്ക് നിഞ്ചയായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നിഞ്ചയുടെ ഒരു അക്കൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ നിഞ്ച എടുത്ത് നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷനായി പോകുന്നത്. നിഞ്ചയുടെ കണക്ഷൻ ആക്ടിവിറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ, റിതമിക് ഡൗൺലോഡ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കുറച്ച് കൺഫ്യൂഷൻ ആക്കും. ഏറ്റവും ഈസി നിങ്ങൾക്ക് ട്രേഡ് ബോട്ട് എടുക്കുന്നതായിരിക്കും. ട്രേഡ് ബോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചാടിക്കയറുന്ന ഒരു അപ്പെക്സിലേക്ക് മാറണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഫ്യൂച്ചേഴ്സാണ് ഏറ്റവും ഈസിയും നമുക്ക് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ സുഖം. 1 സ്റ്റെപ്പ് ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലൊരു ട്രേഡിംഗ് ഇത് തന്നെ ജേണി തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.